നൂറ്റിനാലാമത്തെ ഹിക്മത്താണ് ഇനി പറയുന്നത്. അനാറ ലവാഹിറ ബി അൻവാരി ആസാരിഹി. അല്ലാഹു തആല ലവാഹിറുകളെ അല്ലാഹു തആല പ്രകാശിപ്പിച്ചു. ബി അൻവാരി ആസാരിഹി, അവന്റെ കുദറത്തിന്റെ സ്വാധീനം കൊണ്ട്. അസർ പറഞ്ഞ ഇവിടെ സ്വാധീനം. അനാറ പറഞ്ഞ എന്താണ്? പ്രകാശിപ്പിക്കുക അല്ലെ. അല്ലാഹു തആല അല്ലെ നൂറ് പറഞ്ഞ എന്താണ്? പ്രകാശം. അപ്പൊ അല്ലാഹു തആല പ്രകാശിപ്പിച്ചു ലവാഹിറ, ലവാഹിറുകളെ. ലവാഹിർ എന്നാൽ നമ്മൾ കണ്ണിൽ കാണുന്ന ഈ പ്രപഞ്ച കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇത്. പ്രത്യക്ഷമായി നമ്മൾ കാണുന്ന കുറെ സംഗതികളുണ്ട്. ഇതിനെ അല്ലാഹു തആല പ്രകാശിപ്പിച്ചു. ഇതിനെ പ്രകാശിപ്പിക്കാന ഇത് നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്ന രൂപത്തിലും ചിന്തിക്കാൻ പറ്റുന്ന രൂപത്തിലും അല്ലാഹു തആല എന്ത് ചെയ്തു? ഇതിനെ ആക്കി. അത് അതിൻ്റെതായ സെറ്റപ്പിൽ ആക്കി തന്നു. അത് ഓരോന്നും യഥാർത്ഥത്തിൽ അങ്ങനെയാണ് വേണ്ടത് അല്ലെ. ഓരോന്നും അങ്ങനെയാണ് വേണ്ടത്, അല്ലാത്ത രീതിയിൽ പറ്റൂല. അപ്പൊ ഈ രീതിയിൽ അല്ലാഹു തആല നമുക്ക് അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാൻ അല്ലാഹു തആല ആക്കി തന്നു. അത് ബി അൻവാരി ആസാരിഹി, അവന്റെ സ്വാധീനത്തിന്, കുദറത്തിന്റെ, അവന്റെ കഴിവിന്റെ സ്വാധീനം കൊണ്ടാണ് അല്ലാഹു തആല ഇതൊക്കെ ചെയ്തു തന്നത്. ലവാഹിർ പറഞ്ഞാൽ മനസ്സിലാക്കുക, പ്രാപഞ്ചികമായി നമ്മൾ കാണുന്ന, പ്രത്യക്ഷമായി കാണുന്ന ഈ പ്രകാശങ്ങൾ. പ്രകാശം ഉദ്ദേശിക്കുന്നത് ഈ പ്രത്യക്ഷമായി അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഈ സൃഷ്ടികൾ മനസ്സിലാക്കുക. അതാണ് ഒരു നൂറാണ്, പ്രകാശമാണത്. അത് ലവാഹിറിനെ അല്ലാഹു തആല പ്രകാശിപ്പിച്ചു. ബി അൻവാരി ആസാരിഹി, അവന്റെ ആസാറാണ് സ്വാധീനം, സ്വാധീനങ്ങളുടെ, കുദറത്തിന്റെ, അവന്റെ കഴിവിന്റെ സ്വാധീനം കൊണ്ടാണ്, നൂറ് കൊണ്ടാണ് ഇതിനെ അല്ലാഹു തആല പ്രകാശിപ്പിച്ചത്. വഅനാറ സറായിറ, അല്ലാഹു തആല രഹസ്യത്തിനെ പ്രകാശിപ്പിച്ചു. ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. അല്ലാഹു തആല ചില രഹസ്യങ്ങളുണ്ട്. അതെന്താ ഞാൻ പറയാം. കുറെ സിറുകളുണ്ട്. അത് ലവാഹിറല്ല, ഇത് പരസ്യമാണ്. മറ്റു കുറച്ച് പ്രകാശം, മറ്റു വേറെ ചില പ്രകാശങ്ങൾ, അതെന്താണ്? രഹസ്യമായ കുറച്ച് പ്രകാശങ്ങളുണ്ട്. ഇത് പരസ്യമായ പ്രകാശമാണ്. രഹസ്യമായ കുറെ പ്രകാശങ്ങളുണ്ട്. അതിനെ ആ രഹസ്യമായ പ്രകാശത്തിനെ അല്ലാഹു തആല പ്രകാശിപ്പിച്ചത് ബി അൻവാരി ഔസാഫി, അവന്റെ വിശേഷണങ്ങൾ കൊണ്ടാണ്, അവന്റെ സിഫത്തുകൾ കൊണ്ടാണ്, മറ്റവന്റെ കുദറത്തിന്റെ ചില സ്വാധീനങ്ങൾ കൊണ്ടാണ്, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് അജ്ലിദാലിക ഒന്ന് മനസ്സിലാക്കുക. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അല്ലാഹു തആല ലവാഹിർ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അല്ലാഹു തആല ലവാഹിറിനെ, പ്രപഞ്ചത്തിലേക്ക് കാണുന്ന സൃഷ്ടികളെ അല്ലാഹു തആല പ്രകാശിപ്പിച്ചു എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലാഹു തആല അതിനെ സൃഷ്ടിച്ചു. അത് അല്ലാഹുവിന്റെ കുദറത്ത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ലവാഹിറുകൾ ഉദാഹരണമാണ് സൃഷ്ടികൾ. ഒന്നാമത് ആകാശം എടുത്തു നോക്കാം. അതിനെ അല്ലാഹു തആല അതിൻ്റെതായ രീതിയിലാണ് അതിനെ പടച്ചിട്ടുള്ളത്. അതിനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു തആല അലങ്കരിച്ചു. നക്ഷത്രങ്ങൾ കൊണ്ട്, സൂര്യൻ കൊണ്ടൊക്കെ അതിനെ വേണ്ട രീതിയിൽ അല്ലാഹു തആല ചെയ്തു. അത് അവൻ്റെയൊക്കെ കുദറത്തിന്റെ ആ പ്രകാശം കൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതങ്ങനെ കാണാം. ഭൂമിയാണെങ്കിൽ ഭൂമിയിൽ അല്ലെ, ഭൂമിയുടെ അവസ്ഥ നോക്കൂ, എത്ര മനോഹരമാണ് അല്ലേ. അതിലെ പുഷ്പങ്ങൾ, സസ്യങ്ങൾ, ഓരോന്നും അതിൻ്റെ ഘടനകൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ശരിക്കും അള്ളാഹുവിൻ്റെ ആ കുദറത്തിന്റെ പ്രകാശം അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇനി മനുഷ്യനെ കുറിച്ചാണെങ്കിൽ, മനുഷ്യരിൽ ഓരോന്നും അല്ലാഹു തആലയുടെ പ്രകാശം കാണാം നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിൽ. പക്ഷേ ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് അലങ്കാരമായി, അതിന് മുമ്പുള്ള എല്ലാം ഭൂമിയെ ആക്കി, അതിന്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് അലങ്കാരമാക്കി എന്നാണ് അല്ലാഹു തആല. അപ്പൊ ഭയങ്കര ഭംഗിയാണ്. പ്രത്യത്തിൽ പ്രപഞ്ചം എന്നാണ്, വളരെ ഭംഗിയാണ്. ഭൂമി വളരെ ഭംഗിയാണ്. മനുഷ്യനെ അങ്ങനെ തന്നെ അല്ലാഹു തആല, മനുഷ്യൻ നല്ലൊരു ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, നല്ല രീതിയിൽ അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഓരോന്നും ആ വെക്കേണ്ട സ്ഥലത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് അല്ലേ. ഇത് എവിടെയെങ്കിലും മാറിയാൽ അതിന്റെ പ്രയാസം നമുക്ക് അറിയല്ലോ. ഒരാൾക്ക് നെറ്റിന്റെ ഭാഗത്ത് കണ്ണു വന്ന് ഇവിടെ അടഞ്ഞാൽ അയാളെ മുഖത്തൊക്കെ നോക്കാൻ കഴിയോ? ഇല്ല അല്ലെ. വേറെ സ്ഥലത്ത് നമുക്ക് തോന്നും പലതും പല സ്ഥലത്താവുന്നു. ഇപ്പോൾ കണ്ണ് ഒരാൾക്ക് തോന്നുന്നു വിരലുമലാതെ നന്നാവും, കാരണം ഇതിന്റെ അടിയിൽ കൂടെ ഒക്കെ എന്ത് ചെയ്യാം, അവിടെയൊക്കെ നോക്കാം എന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ അത് മണ്ടത്തരാണ്. കാരണം അതിൽ സേഫ്റ്റി ഇല്ല, ഒരുപാട് അപകടങ്ങൾ പിന്നെയും വരും. ഇപ്പൊ നോക്കിയിട്ട് കാര്യം ചെയ്യല്ലോ. അപ്പൊ എവിടെയാണോ അത് വേണ്ടത് അവിടെയാണ്. കണ്ണുനീര് നമുക്കറിയാം, അതില് ഉപ്പിന്റെ അംശമുണ്ട്. ഒരു സാധനം, ഒരു ഫ്ലൂയിഡാണത്. അതിൽ കേടരാക്കണയിൽ എന്ത് വേണം? ഉപ്പ് വേണം. അപ്പൊ ഓരോന്നും അതിൻ്റെതായ, നമ്മൾ നാളെ നമുക്കറിയാം ഒരു ഇല്ലേ, ഈ ഇപ്പോഴത്തെ ഏറ്റവും എത്രയോ മെഗാപിക്ചറുള്ള എത്ര ലേറ്റസ്റ്റ്, എനിക്കതിന് കണക്കറിയില്ല. അതുപോലെ അള്ളാഹുമായിട്ടുള്ള കണ്ണിന്റെ മെഗാപിക്ചറായിട്ട് വളരെ
വളരെ ചുരുങ്ങിയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നമുക്കത് എല്ലായിടത്തും കേൾക്കുന്ന വിഷയമാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ കുദറത്ത് കൊണ്ടാണ് അള്ളാഹു തആല പ്രകാശിപ്പിച്ചിട്ടുള്ളത്. അതേ സമയത്ത് അൻവാർ സറാഇർ, അള്ളാഹു ചില രഹസ്യങ്ങളെ പ്രകാശിപ്പിച്ചു. രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, അത് സാധാരണ കണ്ണുകൾ കൊണ്ട് കാണൂല. അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹുവിന്റെ ഇഷ്ടദാസ ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ ഇഷ്ടദാസന് അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു തആല അവന്റെ കൽബിലിട്ട് കൊടുക്കുന്ന കുറെ വിജ്ഞാനങ്ങളുണ്ട്. അത് ഒരു വലിയ ഏതാണ് പ്രകാശമാണ്. അതാണ് ഒറിജിനൽ പ്രകാശം. അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് അള്ളാഹിന്റെ അടിമനെ മനസ്സിലിട്ട് കിട്ടുന്ന ഒരു നൂറുണ്ട്. അതാണ് ഏറ്റവും യക്കീൻ. പ്രകാശമാസങ്ങളിൽ ഏറ്റവും വിചാരിക്കരുത്. ഞാൻ ഖുർആനിൽ എപ്പോഴും ഇൽമിനെ കുറിച്ചും നല്ലതിനെ കുറിച്ചും അല്ലാഹു തആല നൂറ് എന്നാണ് പ്രകാശിച്ചത്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ മഹാന്മാർ നൂറ് എന്നതിന് പറയാൻ കഴിയുള്ളൂ, അതിനപ്പുറം പറയാൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഒരു അള്ളാഹുവിന്റെ അടിമയുടെ ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ അടിമയുടെ ഹൃദയത്തിൽ അള്ളാഹു തആല ഇട്ട് കൊടുക്കുന്ന ആ വിജ്ഞാനത്തിന്റെ പ്രകാശം, അത് അള്ളാഹു തആല അവന്റെ സിഫത്ത് കൊണ്ടാണ് അവിടെ പ്രകാശിപ്പിച്ചത്. മറ്റേ കുദറത്ത് കൊണ്ടാണ്, ഇത് സിഫത്ത് കൊണ്ടാണ്. സിഫത്ത് എന്ന് പറഞ്ഞാൽ പലതുണ്ട്. അള്ളാഹുവിന്റെ മഹത്വം അത് അള്ളാഹുവിന്റെ സിഫത്താണ്. ആ മഹത്വം മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ടാണ് ആ ഹൃദയം എന്ത് ചെയ്യുന്നത്, പ്രകാശിക്കുന്നത്. അള്ളാഹു തആല ജലാലാണ്. അള്ളാഹു തആല ജലാലിയത്ത് നമുക്ക് കാണാം. ചില സമയത്തൊക്കെ അള്ളാഹു തആലാന്റെ ഗാംഭീര്യമായ സിഫത്തുകൾ ഇവിടെ നടക്കുന്നത് കാണാൻ കഴിയും. ചില സ്ഥലത്തൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടാവുന്നു, അള്ളാഹുവിന്റെ ജലാലിയ സിഫത്താണ്. ചില സ്ഥലത്ത് സുനാമി ഉണ്ടാവുന്നു, അള്ളാഹുവിന്റെ നടപടികൾ വരുന്നത് കാണുന്നു, അത് അള്ളാഹുവിന്റെ ഗാംഭീര്യമായ സിഫത്താണ്. ആ സിഫത്ത് മനസ്സിലാക്കിയിട്ടാണ് അള്ളാഹുവിന്റെ അടിമ എന്ത് ചെയ്യുന്നത്, ഹൃദയം പ്രകാശിക്കുന്നത്. അള്ളാഹു തആല ജമാലാണ്. പല ആളുകളും നമുക്ക് കാണാം, വളരെ വിട്ടുവീഴ്ച, വളരെ സൗമ്യത, വളരെ എളിമത്വം പല ആളുകളും കാണിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ ചെറിയൊരു സിഫത്ത് അയാളിൽ ഒഴുകിയത് കൊണ്ടാണ്. മൃഗങ്ങൾ, അവരുടെ വന്യജീവികൾ അവരുടെ എന്ത് ചെയ്യുന്നു, കുട്ടികളോട് കാരുണ്യം കാണിക്കുന്നു. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ചെറിയ സിഫത്ത് അവിടെ ഒഴുകിയിട്ടേ ഉള്ളൂ. ആ സിഫത്ത് ഒഴുകിയ പ്രകാശം കൊണ്ടാണ് മനുഷ്യൻ സൽസ്വഭാവിയാവുന്നത്, അവൻ വിശാലനാവുന്നത്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാവുന്നത്, ബഹുമാനിക്കുന്നവൻ, ആദരിക്കുന്നവനാവുന്നത്. അപ്പൊ ഇവന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫത്തിൽ നിന്നുള്ള ഏതാണ് പ്രകാശമാണ്, മറ്റേ കുദറത്തിലുള്ള പ്രകാശമാണ്. രണ്ടു നിലക്കാണ് അള്ളാഹു തആല സൃഷ്ടികളെ പ്രകാശിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് പരസ്യം കുദറത്തുള്ള പ്രകാശമാണ്. രഹസ്യം തന്നെ അള്ളാഹുവിൽ നിന്നുള്ള ഇൽമ്, വിജ്ഞാനം, ഇതുകൊണ്ടുള്ള ഈ പ്രകാശം അത് അള്ളാഹുവിന്റെ സിഫത്തുകൾ കൊണ്ടുള്ള പ്രകാശമാണ്. മനസ്സിലാക്കുക, ഇവിടെ സിഫത്ത് കൊണ്ടുള്ള പ്രകാശമാണ് ഏറ്റവും വലിയ പ്രകാശം. ഈ പ്രകാശം കിട്ടുന്നവർ മൂന്ന് രീതിയിലാണ്. ഒന്ന്, ഈ പ്രകാശത്തെ വിട്ടുനിന്ന് വീക്ഷിക്കുന്നവർ. അധിക ആളും ഈ പ്രകാശത്തിലേക്ക് എത്തിയിട്ടില്ല, അവർ ദൂരെ നിന്ന് ഈ പ്രകാശത്തെ ദർശിക്കുകയാണ്. കുറച്ച് ആളുകൾ ഈ പ്രകാശത്തിന്റെ സമീപത്തെത്തിയിട്ടുണ്ട്, കുറച്ച് ആളുകൾ ഈ പ്രകാശത്തിൽ കടന്നിട്ടുണ്ട്. ഒരു മക്കയെ പോലെ, ഒരാൾ മക്കയെ കുറിച്ച് ദൂരെ നിന്ന് കാണുന്നവനും, മക്കയുടെ സമീപത്ത് പോയി മക്കയുടെ ചിത്രം ദൂരെ നിന്ന് ദർശിക്കുന്നവനും, മക്കയുടെ അരുത്ത് പോയിട്ട് മക്ക കാണുന്നവനും, മക്കയിൽ കടക്കുന്നവനും വിജ്ഞാനത്തിന്റെ മേഖലയിൽ എന്താണ് വ്യത്യസ്തരാണ്. കടന്നവനെ അതിന്റെ അനുഭൂതി അറിയുള്ളൂ, എരുത്ത് കണ്ടവനെ ദൂരെ നിന്ന് കണ്ടതിനേക്കാൾ അതിന്റെ ദൃഷ്ടി അറിയുള്ളൂ. ദൂരെ നിന്ന് കണ്ടവൻ എന്താണ് എന്ന് മനസ്സിലാക്കി എന്ന് മാത്രം. ഈ രീതിയാണ് മനുഷ്യൻ അല്ലാഹു തആല രഹസ്യങ്ങൾ ഇട്ടുകൊടുക്കുന്ന പ്രകാശത്തിന്റെ രീതി. ഒന്ന് ഇസ്ലാമിന്റെ പ്രകാശം, രണ്ട് ഈമാന്റെ പ്രകാശം, മൂന്ന് ഇഹ്സാന്റെ പ്രകാശം. ഇസ്ലാമിന്റെ പ്രകാശം എന്നാൽ നോമിനൽ മുസ്ലിമിന് കിട്ടുന്ന പ്രകാശമാണ്. അൽ മുസ്ലിമാണ് എന്നതുകൊണ്ട് മാത്രം അല്ലാഹു തആല അയാളെ മനസ്സിൽ ചെയ്യുന്നുണ്ട് ഒരു പ്രകാശമുണ്ട്. അയാൾ ആ വിശ്വാസം ഇസ്ലാമിലേക്ക് കടന്ന ശേഷം അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഇസ്ലാമിയത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും കർമ്മങ്ങൾ, ഇസ്ലാം പറഞ്ഞ 5 കാര്യങ്ങൾ അത് പ്രവർത്തിക്കുകയും അതിൽ യഥാർത്ഥമായ വിശ്വാസം ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ചെയ്യുമ്പോൾ അയാളെ പ്രകാശത്തിന്റെ ക്ലാരിറ്റി മാറും. അത് ഈമാന്റെ പ്രകാശമാവും. ആ ഈമാന്റെ പ്രകാശം പിന്നെയും അയാൾ കിടന്ന് കളിക്കുമ്പോൾ, അതിൽ അയാൾ സ്ഥിരമായി നിൽക്കുമ്പോൾ ആ പ്രകാശത്തിന്റെ ക്ലാരിറ്റി മാറും. അത് ഇഹ്സാന്റെ പ്രകാശമാവും. അപ്പോഴാണ് അവൻ അള്ളാഹുവിനെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ അള്ളാഹുവിനെ കാണുന്ന പോലെയുള്ള ഇബാദത്തിന്റെ അവസ്ഥ അയാളിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഈ നൂറിനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാം. അള്ളാഹു തആല നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കതാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ, അപ്പൊ ഈ ഹൃദയത്തിൽ കിട്ടുന്ന ഈ പ്രകാശം ഇതാണ് അള്ളാഹിന്റെ വിശേഷങ്ങൾ കൊണ്ടുള്ള ഏതാണ് പ്രകാശമാണ്. ഈ പ്രകാശം എന്താണ് വളരെ ശക്തമാണ്. അതാണ് പറയുന്നത്. എന്താ നോക്കൂ നിങ്ങൾ,
അജലി ദാലിക അഫലത്ത് നൂറുൽ ദവാഹിർ, അതുകൊണ്ട് തന്നെ ആസാറുകൾ കൊണ്ടാണ് അള്ളാഹു തആല പ്രപഞ്ചത്തെ പ്രകാശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രകാശങ്ങൾ കെട്ടുപോകുന്നുണ്ട്. ശ്രദ്ധിക്കണം, സൂര്യൻ അസ്തമിക്കുന്നുണ്ട്, ചന്ദ്രൻ അസ്തമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സൂര്യൻ കാലാകാലം നശിക്കുന്നുണ്ട്. അതേ സമയത്ത് വലൻ തഫുൽ അൻവാറുൽ ഖുലൂബിസ് സറാഇർ, ഹൃദയങ്ങൾ കൊണ്ട് ഹൃദയത്തിൽ കിട്ടുന്ന പ്രകാശം അതൊരിക്കലും എന്ത് ചെയ്യൂല, അസ്തമിക്കൂല, നശിക്കൂല. സൂര്യൻ അസ്തമിക്കുന്നു, ഹൃദയപ്രകാശം അസ്തമിക്കൂല. കാരണം അത് ഓരോ ടൈം ടു ടൈമായിട്ട് അവരിൽ കിട്ടിയ വലിയൊരു വിശേഷങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ പ്രകാശമാണ്. അത് അസ്തമിക്കൂല, അത് നശിക്കൂല. അതുകൊണ്ടാണ് മോമിനായ മനുഷ്യൻ മരിച്ചാലും അയാൾ ആരാണ്? മോമിനാണ്, അല്ലേ? മോമിൻ മരിച്ചാലും ആരെന്നാണ്? മോമിനാണ്. അവൻ സ്വതന്ത്രനാവുകയാണ്. ഒരു പ്രവാചകൻ മരിച്ചാലും ആരാണ്? പ്രവാചകനാണ്. ഒരു വലിയ മരിച്ചാലും വലിയ തന്നെയാണ്. അതുകൊണ്ട് അയാൾ സ്വതന്ത്രം കൂടി, ആ ആത്മാവ് ഫുൾ ക്ലാരിറ്റിയിലേക്ക് പോയി. അപ്പോൾ മനസ്സിലാക്കുക, അതുകൊണ്ട് തന്നെ അല്ലാഹു തആല കൽബിൽ, ഒരു സത്യവിശ്വാസിയുടെ കൽബിൽ ഇട്ട് കൊടുക്കുന്ന പ്രകാശം അതൊരിക്കലും കെടാത്ത പ്രകാശമാണ്, അത് ശാശ്വതമായ പ്രകാശമാണ്. മഹാന്മാർ ആ പ്രകാശത്തെക്കുറിച്ച് വിലയിരുത്തിയത് കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ രണ്ടും ഒന്നുകൂടി ശ്രദ്ധിക്കുക, രണ്ടും പ്രകാശം എന്ന് വിശദീകരിപ്പിച്ചെങ്കിലും ഈ അള്ളാഹുവിന്റെ കുദറത്തുകൊണ്ട് കാണിക്കുന്ന ഈ പ്രപഞ്ചം അള്ളാഹുവിലുള്ള പ്രകാശമെന്ന്, ഒരു പ്രകാശം നമ്മൾ വിലയിരുത്തി, ഹൃദയത്തിന്റെ പ്രകാശം എന്ന് വിലയിരുത്തി. രണ്ടും ഒരേ അടുത്ത പ്രകാശമല്ല. ഈ രണ്ട് പ്രകാശം വളരെ വൈരുദ്ധ്യവും വളരെ ദൂരവുമാണ്. മറ്റത് അസ്തമിക്കുന്ന പ്രകാശമാണ്, ഇത് അസ്തമിക്കുന്ന രണ്ട് പ്രകാശം എന്ന് പരിചയപ്പെടുത്തി എന്ന് അതിന്റെ പിന്നിലുള്ളൂ. മഹാന്മാരെ കുറിച്ച് വിലയിരുത്തിയത് കാണാൻ കഴിയും. മഹാൻ അബുൽ ഹസൻ ഷാദിലി പറയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു, ഈ ഒരൊറ്റ പോയിന്റ്, ഇത് മനസ്സിലാക്കിയ ആളുകളുടെ ഈ പോയിന്റ് മനസ്സിലാക്കിയാൽ മതി. മഹാൻ അബുൽ ഹസൻ ഷാദിലി പറയാണ്, ഒരു മോമിനായ തെമ്മാടിയായ, അള്ളാഹ്ക്ക് തെറ്റ് ചെയ്യുന്ന ഒരു മോമിനായ, അയാൾ മോമിനാണ്, പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? തെറ്റ് ചെയ്യുന്നുണ്ട്. ആ മോമിനായ അയാൾ മോമിനായി പോയി. അതുകൊണ്ട് ഒരു അടിസ്ഥാന പ്രകാശാലിൽ അയാൾ കിട്ടി. ഒരു മുഅ്മിനായ മനുഷ്യന്റെ, അയാൾ ആസിയായ ഒരു ദോഷിയായ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള പ്രകാശം തന്നെ ലത്തബക മാ ബൈന സമാഇ വൽ അർദ്, ആ ഒരു പ്രകാശം അല്ലാഹു തആല പുറത്തു വിടുകയാണെങ്കിൽ ആകാശഭൂമികൾ അത് നിറഞ്ഞു പോകും. ആരുടെ? തെറ്റ് ചെയ്യുന്ന, അള്ളാഹ് അനുസരിക്കാത്ത, അയാൾ മുഅ്മിനാണ്, എപ്പോഴും നിസ്കരിക്കും. ആ ഒരു അയാൾക്ക് കിട്ടിയ ആ ചെറിയ ഒരു പ്രകാശം തന്നെ അതൊന്നും അള്ളാഹു തആല ഇവിടെ നിന്ന് പുറത്താണ്ട് വിട്ടാൽ ലത്തബക മാ ബൈന സമാഇ വൽ അർദ്, ആകാശം ഭൂമി എന്ത് ചെയ്യും? ആ പ്രകാശം നിറഞ്ഞു പോകും. എന്നിട്ട് അത് മാന ചോദിക്കാണ്, ഫമാ ദന്നുക ബിന്നൂറിൽ മുഅ്മിനിൽ മുത്തിഅ, നീ എന്താണ് വിചാരിക്കുന്നത്? അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചിരുന്ന, പഠിക്കുന്ന, അള്ളാഹിനെ കുറിച്ച് നേരം പോകുന്ന ഒരു മുഅ്മിന്റെ പ്രകാശം എങ്ങനെയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്? അത്ര വ്യത്യാസം ഉണ്ടാവും, അല്ലേ? അത് മനസ്സിലാക്കണം. മാന അബുൽ അബ്ബാസ് ഉമർസി റളിയല്ലാഹു അൻഹു പറയാണ്, എന്നാണ്. ഒരു അള്ളാഹുവിനെ മനസ്സിലാക്കിയ, പഠിച്ച അള്ളാഹുവിന്റെ വലിയിന്റെ ആ പ്രകാശം പുറത്തുവിടുകയാണെങ്കിൽ ജനങ്ങൾ അയാളെ ആരാധിക്കും. ജനങ്ങൾ അയാളെ ആരാധിക്കും. അത് അസ്തമിക്കാത്ത വലിയൊരു നൂറാണ്. നമ്മളതിന്റെ രഹസ്യം മനസ്സിലാകാത്തത് കൊണ്ടാണ്, നമ്മളത് അറിയാത്തത് കൊണ്ടാണ്. അല്ലാഹു തആല ഈ തന്ന സന്മാർഗത്തിന്റെ രസം നോമിനൽ മുഅ്മിനായ നമുക്ക് തന്നെ അറിയാം, അല്ലേ? പേരിന് മാത്രം മുഅ്മിനുകളായ നമുക്കറിയാം ഈ സന്മാർഗത്തിന്റെ രസം. നമ്മൾ ഒരു നിലക്കും ഇപ്പോൾ അവിശ്വാസം ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഒരു കുഫ്രിയത്ത്, നമ്മൾ തല പോയാലും ഒരു കാഫിറാൻ, ഒരു വിഗ്രഹത്തിന് മുമ്പിൽ കുനിക്കാൻ നമ്മൾ സന്നദ്ധരാകുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? ഈ ഒരു ചെറിയ പ്രകാശത്തിന്റെ ശക്തിയാണ്. ഒരു നിലക്കും നമുക്കത് കഴിയില്ല. മുഴുവൻ നഷ്ടപ്പെട്ടാലും, ഒരു വിഗ്രഹത്തിന് മുമ്പിൽ ഒരു മതം ലോകം മുഴുവൻ തന്നാൽ, നിങ്ങൾ ആലോചിച്ചു, ഈ കൂടിയ സദസ്സിൽ കൂടി ആളോട് ഞാൻ ചോദിക്കുകയാണ്, ലോകം മുഴുവൻ നിങ്ങൾക്ക് എഴുതി തന്നാലും നിങ്ങൾ ഈ വിഗ്രഹത്തിന് മുമ്പിൽ ഒരു ആരാധനത്തിന്റെ സ്പോട്ടിൽ ഒരു മിനിറ്റ് തലയെത്താൻ തയ്യാറാവോ? ഇല്ല. കാരണം എന്താ? അതാണ് നിങ്ങൾ അള്ളാഹുവിന് വലിയായിട്ടല്ല, നമ്മൾ വലിയ അള്ളാഹുവിന് ഇഷ്ടദാസനായിട്ടാണോ? നമ്മൾ അള്ളാഹുവിനെ ഫുൾ ടൈം ഇബാദത്ത് എടുത്താണോ? പക്ഷെ ലോകം മുഴുവൻ എഴുതി തരാന്ന് പറഞ്ഞാലും ഒരു നിമിഷം ഒരു വിഗ്രഹത്തിന് മുമ്പിലോ ഒരു സൃഷ്ടിക്ക് മുമ്പിലോ ആരാധിക്കാൻ വേണ്ടി നമ്മൾ തല താഴ്ത്തൂല. കാരണം എന്താണ്? ഈ പ്രകാശം അത്രയും കടുപ്പമാണ്. അത് സാധാരണക്കാർ നമ്മളെ പ്രകാശമാണ്.
അതിന്റെ ക്ലാരിറ്റിയാണ്, അതിന്റെ കടുപ്പത്തിലാണ്. അപ്പോൾ അള്ളാഹുവിനെ വലിയ മനസ്സിലാക്കുന്ന, അള്ളാഹിനെ കുറിച്ച് പഠിച്ച അള്ളാഹുവിന്റെ ഇഷ്ടദാസന്റെ പ്രകാശത്തിന്റെ ശക്തി എത്രയാവും. അതുകൊണ്ടാണ് ആ പ്രകാശം എന്ത് ചെയ്യില്ല, ഒരിക്കലും എന്ത് ചെയ്യില്ല, നശിക്കൂല. അത് നീങ്ങിക്കൊണ്ടേയിരിക്കും. അതിന് ഗ്രഹണം സംഭവിക്കൂല. ചന്ദ്രനും സൂര്യനും ഗ്രഹണം സംഭവിക്കും, അള്ളാഹുവിന്റെ വലിയന്റെ പ്രകാശത്തിന് ഒരിക്കലും ഗ്രഹണം സംഭവിക്കൂല. അപ്പോൾ അത് തിളങ്ങാനും അത് കൂടാനും, ഇപ്പൊ തന്ന അള്ളാഹു തന്ന ആ ചെറിയ ഈ പ്രകാശം അത് കൂടാൻ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും അള്ളാഹുവിനെ തേടിക്കൊണ്ടേയിരിക്കണം. അതിനുള്ള വഴികൾ നമ്മൾ അന്വേഷിക്കണം. അത് മാത്രം അതിൽ ഒതുങ്ങരുത്. അതിൽ നിന്ന് ചെറിയൊരു പ്രകാശം മാത്രമേ നമുക്കുള്ളൂ. ആ വഴിയിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വലിയ പ്രകാശത്തിന്റെ വഴിയിലേക്ക് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഇബാദത്ത് എടുക്കണം, പഠിക്കണം, ഇബാദത്ത് എടുക്കണം, ആ നിലക്ക് ചിന്തിക്കണം. അത് കെടാനുള്ള സാഹചര്യങ്ങൾ നിരവധിയാണ്, ഒരുപാട് സാഹചര്യം. ഇവിടുന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൽമ പഠിച്ചെടുക്കുന്ന വലിയ പ്രകാശങ്ങൾ പല രീതിയിലും ചിലപ്പോൾ എന്ത് ചെയ്യും, അതിന്റെ ആ ക്ലാരിറ്റി കുറയാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അതിന് വരുത്തരുത്. അതിന്റെ സാഹചര്യങ്ങൾ നമ്മൾ നന്നാക്കി എടുക്കണം. അല്ലാതെ നമ്മളെ സഹായിക്കുമാറാ